നമുക്കിത് നാടനായിട്ടുള്ളൊരു പലഹാരം ഉണ്ടാക്കിയാലോ? അച്ചപ്പം. നല്ല മൊരിഞ്ഞതും നല്ല ടേസ്റ്റും ആയിട്ടുള്ള അച്ചപ്പം ആർക്കാലും ഇഷ്ടമല്ലാത്തത്? അപ്പം ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ അത്രയും തകർച്ചയിലും ടേസ്റ്റിലും എങ്ങനെ ഒരു അച്ചപ്പം ഉണ്ടാക്കിയെടുക്കാന്നാണ് കാണിക്കുന്നത്. എന്തായാലും ഉറപ്പാണ് കടയിൽ കിട്ടുന്നതിനേക്കാളും അടിപൊളി ടേസ്റ്റ് ആയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇന്ന് അരിയാണ് എടുത്തിരിക്കുന്നത്. 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് നന്നായി കഴുകി വാരി വെച്ചതാണ്. അത് 1/2 കിലോയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സാധാരണ അരിപ്പൊടി കൊണ്ടാണ് മിക്കവരും ഉപയോഗിക്കാറ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അരിപ്പൊടി എടുക്കാം, പച്ച അരിപ്പൊടി എടുക്കാവുന്നതാണ്. പിന്നെ ആവശ്യമുള്ളത് തേങ്ങയാണ്. 150 ml കപ്പിന് 1 കപ്പ് തേങ്ങ, ആ സെയിം കപ്പിന് 3/4 കപ്പ് മൈദ, 3/4 കപ്പ് പഞ്ചസാര കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. പിന്നെ ജീരകം ഒരു ടേബിൾ സ്പൂൺ ആണ് ഇരിക്കുന്നത്, നല്ല ജീരകമാണ്. മുട്ട 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. മുട്ട കൂടുതലുള്ളത് കൊണ്ടാണ് നമ്മുടെ അച്ചപ്പം നല്ല തകർച്ചയാകുന്നത്. വെളുത്തുള്ളി ഒരു 10 അല്ലി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി ഒരു 20 എണ്ണം എടുത്തിട്ടുണ്ട്. ഈ ചെറിയ ഉള്ളി ആരും തന്നെ ഉപയോഗിക്കാറില്ല. ഞാനിന്ന് എടുക്കുന്നത്, ഞങ്ങളുടെ അച്ചപ്പം വ്യത്യസ്തമാക്കുന്നത് ഈ ചെറിയ ഉള്ളി തന്നെയാണ്. എള്ള് 1 ടേബിൾ സ്പൂൺ ഉണ്ട്. ഇത് കഴുകിയിട്ട് ഞാൻ അരിച്ചു വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഉപ്പും വറക്കാനുള്ള എണ്ണയും. ആദ്യമായിട്ട് നമ്മൾ അരി അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അരിന്റെ കൂടെ പഞ്ചസാരയും മുട്ടയും കൂടെ ചേർത്താണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഞാൻ 3 മുട്ട ഇട്ടിട്ടുണ്ട്, അതുപോലെ പഞ്ചസാരയും. ഇനി വേറെ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. ഈ പഞ്ചസാരേന്റെയും മുട്ടേന്റെയും ഇത് വെച്ചിട്ടാണ് നമ്മൾ അരച്ചെടുക്കാൻ പോകുന്നത്. ഇനി അരച്ചെടുത്തിട്ട് ഞാൻ കാണിക്കാം. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. തരിയൊന്നും ഉണ്ടാകാൻ പാടില്ല. നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന അരിയും കൂടെ നമ്മുടെ ബാക്കി സാധനങ്ങളും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ അരച്ചെടുക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ അരച്ചെടുക്കാം. ബാക്കി ഇരുന്ന അരി ഞാൻ ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നു. പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ജീരകവും കൂടിയാണ് ഇടുന്നത്. ചിലർ ഈ തേങ്ങയ്ക്ക് പകരം തേങ്ങാപ്പാൽ ഉപയോഗിക്കാറുണ്ട്. നമ്മളിവിടെ എളുപ്പത്തിന് വേണ്ടിയിട്ടല്ലേ, തേങ്ങാപ്പാൽ വേണമെന്നില്ല, തേങ്ങയായിട്ട് തന്നെ നമുക്ക് അരച്ചെടുക്കാം. ഇനി ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുക്കുന്നത്. ഈ സമയത്ത് നമുക്ക് വെള്ളം ഒഴിക്കണം. ആദ്യത്തെ ബാച്ചിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ലായിരുന്നു, കാരണം മുട്ടയും പഞ്ചസാരയും ഉള്ളത് കാരണം. ഇതിലേക്ക് നമുക്ക് ഇതിനൊപ്പം നിൽക്കുന്ന അത്രയും തന്നെ വെള്ളം ഒഴിക്കണം. ഇതിപ്പോ എല്ലാത്തിനും ഒപ്പം നിൽക്കുന്ന വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലതായിട്ട് അരച്ചെടുക്കണം. ഇതിൻ്റെ അകത്ത് തേങ്ങേന്റെയോ ഒന്നിന്റെയോ അംശം ഉണ്ടാവാണ്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കാം നമുക്കിനി. നമ്മുടെ സെക്കൻഡ് ബാച്ച് ഇപ്പൊ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ ആവശ്യത്തിനുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് മൈദയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. മൈദ വേണമെങ്കിൽ നമുക്ക് കൈകൊണ്ട് വേണമെങ്കിൽ മിക്സ് ആക്കാവുന്നതാണ്. പക്ഷെ നന്നായി ഉടഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലേക്ക് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സമയത്ത് വേണമെങ്കിൽ വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ നമ്മളൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞിട്ട് വെള്ളം കുറവാണെന്ന് തോന്നുമ്പോഴത്തേക്കും നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി അരയ്ക്കാം. ഞാൻ എൻ്റെ സെക്കൻഡ് ബാച്ച് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റ് ബാച്ചിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ നന്നായി മിക്സ് ആക്കുകയാണ് ഇനി ചെയ്യണത്. 2 മിക്സും കൂടെ യോജിപ്പിച്ച് നന്നായി എടുക്കുക. ഈ സമയത്ത് നമുക്ക് ചിലപ്പോൾ വെള്ളം ഒഴിക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുണ്ടെങ്കിൽ വെള്ളം ഒഴിച്ച് അത് നന്നായി മിക്സ് ചെയ്ത് കറക്റ്റ് പരിവാക്കി നമുക്ക് എടുക്കണം. ഈ മിക്സിലേക്ക് ഞാൻ ഇനി വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ മിക്സി നമ്മളിപ്പോൾ കഴുകി ഉള്ള വെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാവൂ. ഒത്തിരി ഒഴിച്ച് കൊടുത്തിട്ട് കൂടി പോവരുത്. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. നന്നായി ഇനി യോജിപ്പിച്ചെടുക്കുക. നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഏതാണ്ട് 3/4 ഗ്ലാസോളം വെള്ളം കൂടി ഞാൻ ചേർത്ത് കൊടുത്തിരുന്നു. പാകം പറയുകയാണെങ്കിൽ ദോശമാവിനേക്കാളും കുറച്ചും കൂടി വെള്ളം ആയിരിക്കണം നമ്മുടെ മാവിന്റെ പാകം എന്ന് പറയുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന എള്ളും കൂടെ ചേർത്ത് കൊടുക്കാം. എള്ളില്ലാത്തവര് വേണമെങ്കിൽ ഒഴിവാക്കാം, കുഴപ്പമൊന്നുമില്ല. നന്നായി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് നമുക്ക് നോക്കാം, പഞ്ചസാര നോക്കാം. പഞ്ചസാര കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുക്കാവുന്നതാണ്. എന്താ എളുപ്പമല്ലേ ഇപ്പൊ മാവ് റെഡിയാക്കാൻ. ഇനി നമുക്കിത് വേഗം ചുട്ടെടുക്കാം. ഞാനൊരു പാത്രത്തിൽ എണ്ണ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ അച്ചപ്പം മുങ്ങാൻ പാകത്തിനുള്ള എണ്ണയാണ് ഒഴിക്കേണ്ടത്. പിന്നെ തീന്റെ കാര്യം ശ്രദ്ധിക്കേണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ എണ്ണ തിളച്ചു പോകാൻ പാടില്ല, നല്ല ചൂടാകാനേ പാടുള്ളൂ. ഒത്തിരി ചൂട് കൂടി പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ അച്ചപ്പം അച്ചിൽ നിന്ന് വിട്ടുവരില്ല. അതുപോലെ ഞാൻ എണ്ണ ഒഴിച്ച് ചൂടാകാൻ വെച്ചപ്പോൾ തന്നെ നമ്മുടെ അച്ച് അതിലേക്ക് വെച്ചിട്ടുണ്ട്. എണ്ണയിൽ മുക്കി വെക്കണം. അച്ചും ചൂടാൻ ശേഷം മാത്രമേ നമ്മൾ ഓരോന്നായി ചുട്ടെടുക്കാൻ പാടുള്ളൂ. നമ്മുടെ അച്ച് ഇപ്പൊ നന്നായി ചൂടായി കാണും. എണ്ണയിൽ മുക്കി വെച്ചിരുന്നാണ് നമ്മുടെ അച്ച്. ഇനി എങ്ങനെയാണ് മാവിലേക്ക് അച്ച് മുക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അച്ച് മുക്കുമ്പോൾ അതിന്റെ ഒരു മേൽഭാഗത്തേക്ക് വരാൻ പാടില്ല, അച്ച് മൂടി പോകാൻ പാടില്ല നമ്മുടെ മാവ്. മാവിൽ മുക്കിയ അച്ച് അപ്പൊ തന്നെ എണ്ണയിലേക്ക് നമ്മൾ വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിന്നെ നമ്മൾ അച്ച എണ്ണയിൽ തന്നെ മുക്കി കുറച്ചേരം വെക്കുക. എന്നിട്ട് വേണം അടുത്തത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട്. ഓരോ പ്രാവശ്യവും അച്ച് എണ്ണയിൽ കുറച്ചു നേരം മുക്കി വെച്ച് ചൂടാക്കിയതിന് ശേഷമേ നമ്മുടെ മാവിൽ മുക്കിയെടുക്കാൻ പാടുള്ളൂ.
അല്ലെങ്കിൽ അച്ചീന്ന് വിട്ട് വരത്തില്ല. നമ്മുടെ അച്ചപ്പത്തിന്റെ അടിഭാഗത്തിന്റെ കളറൊന്ന് മാറി വരുമ്പോഴത്തേക്കാണ് നമ്മളിത് മറിച്ചിടുന്നത്. മറിച്ചിട്ടതിന് ശേഷം അധികം നേരം ഒന്നും വെക്കണ്ട, വേഗം തന്നെ എടുക്കാവുന്നതാണ്. അധികം തീ ഉണ്ടാവരുതെന്ന് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഒത്തിരി തീ കൂടി പോയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞു പോകും, വലിയ കുഴപ്പമൊന്നുമില്ല. വേഗം വേഗം നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. അങ്ങനെ ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം തന്നെ ചുട്ടെടുക്കാം. ഇതുപോലെ നമ്മുടെ അച്ചപ്പ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റ് ഉള്ള അച്ചപ്പാണിത്. നിങ്ങൾക്ക് ഇതിനി ഒരു അടച്ചുറപ്പുള്ള പാത്രത്തിലിട്ട് സൂക്ഷിച്ചാൽ കുറേ നാള് ചീത്തയാവാതെ ഇരിക്കും. അതുപോലെ തന്നെ ഇത് നിങ്ങൾ തീർച്ചയായും ഉണ്ടാക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയാൽ മാത്രമേ ഇതിന് ടേസ്റ്റ് മനസ്സിലാകുള്ളൂ. അതൊരു വ്യത്യസ്തമായ രുചി തന്നെയാണ് ഇതിന്. കാരണം ഞങ്ങളുടെ സീക്രട്ട് ആയിട്ടുള്ള ഒരു സാധനം കൂടി ഇതിനകത്ത് ചേർത്തിട്ടില്ലേ. അപ്പൊ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് വേണം ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് കമന്റും ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്തേക്കുക. അതുപോലെ ആദ്യമായി കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്ക് കേട്ടോ. അപ്പൊ അടുത്ത ദിവസം ഞാൻ പുതിയൊരു പലഹാരമോ ആയിട്ട് വരാം. അതുവരെ ടാറ്റാ.